സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് വെളിയിലുമൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലുകൾ പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആലുവയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രത കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അറസ്റ്റിന് വിധേയനാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ സംഘടനയുടെ തലപ്പത്ത് നിന്ന് തന്നെ രാജിവെച്ചിരിക്കുകയാണ്. ആ സംഘടനയുടെ ഉദ്ദേശമെന്താണ്, ലക്ഷ്യമെന്താണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം തീർച്ചയായിട്ടും WCC ഉടലെടുക്കുന്നത് തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ്. WCC വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ സിനിമാ മേഖലയിൽ പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി വനിതാ കമ്മീഷൻ എല്ലാ തലത്തിലും ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും WCCയുടെ എല്ലാ ആവശ്യങ്ങളും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് വനിതാ കമ്മീഷൻ അവരോടൊപ്പമുണ്ട്. കേസിൽ പ്രതിയേർക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല. അത് ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണ്. നിയമപരമായിട്ട് രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല.